ഇവിടെ ഈ തവണ അച്ചൻകോവിലാറ്റിലധികം വെള്ളം കയറിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ റോഡെല്ലാം നിറഞ്ഞ് കവിയുന്നുണ്ട്. ഈ പോകുന്ന വഴിക്കൊക്കെ നിറയെ മയിലുകളെ കാണാൻ പറ്റുമേ. ഹലോ, കുറച്ച് നാളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിടാമെന്ന്. ഇവിടെ രാവിലെ തൊട്ട് മഴയാണ്. ശരിക്കും മഴ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ച് വന്നതാണ്. ഞാൻ വന്ന സമയത്ത് മഴയേ ഇല്ലായിരുന്നു. അപ്പം ഒരു മഴയെങ്കിലും പെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം മഴയോടെ മഴയാണ്. ശരിക്കും ആസ്വദിക്കാനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം എല്ലായിടത്തും മഴയും ഒരുപോലെ അല്ലല്ലോ. എല്ലായിടത്തും പല പല പ്രശ്നങ്ങളാണ്. അപ്പം ഇതുപോലത്തെ ഒരു പന്ന മഴയായിട്ട് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം മഴ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഒന്നീ കൊട അല്ലെങ്കിൽ റെയിൻകോട്ട് ഇട്ട് ഇറങ്ങിക്കോളും. ഞാൻ നാട്ടിൽ വന്നപ്പം രണ്ടുപേർക്കും ഓരോ റെയിൻകോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അബദ്ധമായെന്ന് തോന്നുന്നു. കാരണം എപ്പം മഴ പെയ്താലും ഇത് ഇട്ടങ്ങ് ചാടി വെളിയിലോട്ട് ഇറങ്ങുക. ഇതുവരെ വലിയ വെള്ളമൊന്നും കയറിയിട്ടില്ല. പക്ഷെ ആർക്കും വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ പോകുന്ന മഴയായിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ഇപ്പം മഴയൊക്കെ പെയ്യുന്ന കാണുമ്പോൾ ശരിക്കും നല്ല പേടി തോന്നുന്നുണ്ട്. തിരിച്ചു പോകുന്നത് 52 ഡിഗ്രി ചൂടിലോട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പം എന്നാൽ മാക്സിമം വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് മഴയൊക്കെ കൺകുളിർക്കെ കണ്ടിട്ടങ്ങ് പോകാമെന്ന് കരുതി. ഇപ്പൊ ശരിക്കും നാട്ടിൽ വന്നപ്പോ ഇല്ല റീൽസിൽ കാണുന്ന പോലെ ചോറായോ ഇല്ലേ കിടന്നുറങ്ങാം ആ അവസ്ഥയാണ്. അപ്പൊ നമുക്കിനി ഇന്ന് ചോറിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. നമുക്കിവിടെ നൊയമ്പാണ്, 15 നൊയമ്പ്. ഫുൾ വെജിറ്റേറിയൻ ആണ്. അപ്പം കോളിഫ്ലവറിൻ്റെ ഒരു മെഴുക്കുവരട്ടി ഉണ്ട്, പിന്നെ ബീട്രൂട്ട് തോരനുണ്ട്, മത്തങ്ങ കറിയുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ അച്ചാർ. ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനുകൾ. വേണോ ചോറ്? നമ്മുടെ ഇവിടെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട്. സാധാരണ ഇവിടെ എപ്പം മഴ പെയ്താലും അവിടെയാണ് ആദ്യം വെള്ളം നിറയുന്നത്. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പം ഏകദേശം മഴയൊക്കെ ഒന്ന് കുറഞ്ഞ മട്ടാണ്, എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത് അച്ചൻകോവിലാറിൻ്റെ ഒരു കൈവഴിയാണ്. ഇവിടെ ഒരു പാടവും തോടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഇവിടെ ഈ തവണ അച്ചൻകോവിലാറ്റിലധികം വെള്ളം കയറിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ റോഡെല്ലാം നിറഞ്ഞ് കവിയും. 2018 ഇവിടെ ഫുള്ള് വെള്ളം, റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളമായിരുന്നു. ഇത് അച്ചൻകോവിലാറ്റിൽ നിന്ന് ഈ പമ്പുപാലം വഴി അങ്ങ് മാവരപ്പാറയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് അടൂർ ടൗണിലോട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ നിറയെ മയിലുകളെ കാണാൻ പറ്റുമോ. ഇപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഇങ്ങനെ മയിലുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ദൂരോട്ടൊന്നും പോകണമെന്നൊന്നുമില്ല. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കടയിലോട്ട് പോകാനാണെങ്കിലും എല്ലാവരും വണ്ടിയിൽ കയറി അങ്ങിരിക്കും. വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതങ്ങനെ പണ്ടോട്ടേ ഇങ്ങനൊരു ശീലമായി. പിന്നെ അടൂരെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫുഡ് ഹബ്ബാണല്ലോ. ബൈപ്പാസിലോട്ട് കയറി കഴിഞ്ഞാൽ എത്രയാ റെസ്റ്റോറൻറ്റ്സ്, എവിടെ കയറണമെന്നുള്ളതാണ് കൺഫ്യൂഷൻ. നമ്മൾ ബൈപ്പാസിലോട്ട് പോയിട്ടില്ല, MC റോഡിൽ തന്നെയുള്ള ഗുരുജി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇവിടെ നല്ല അടിപൊളി ഗീ റോസ്റ്റ് കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.